ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കാരണം ഈ ഒരു ബ്ലഡ് സർക്കുലേഷനിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ന്യൂട്രിയൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ബ്ലോക്കേജ് വരുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നത്. അതായത് ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആകുന്ന സമയത്ത് പല പേഷ്യൻസിനും കണ്ടുവരാറുണ്ട് മസിലില് ക്രാംസ്, വീക്ക്നെസ് പോലെയുള്ള കാര്യങ്ങളിൽ, കൈകാലുകളിൽ നന്നായിട്ടൊരു കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലെയുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ടല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നത്? അതിന് പല കാരണങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൊണ്ട് ഉണ്ടാകാം. വെയിറ്റ് നന്നായിട്ട് കൂടുന്ന സമയത്ത്, പെരിഫറൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, കൊളസ്ട്രോൾ നന്നായിട്ട് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ എത്തിറോസ്ക്ലിറോസിസ് ഇത്ര ഞരമ്പുകളിൽ രക്തം ബ്ലോക്ക് ആയിട്ട് വരാറുമുണ്ട്. ഷുഗറും തൈറോയിഡൊക്കെ നന്നായിട്ട് കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നവരാണ്. അത് കൂടി നിൽക്കുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന പല പ്രശ്നങ്ങളിലേക്കും അത് എത്തിച്ചു എന്ന് വരാം. കൂടുതലായിട്ട് ഷുഗർ, സോൾട്ട്, ആൽക്കഹോള്, കൂടുതലായിട്ട് ഉപ്പ്, മധുരം, ആൽക്കഹോള് അല്ലെങ്കിൽ പുകവലിയൊക്കെ നന്നായിട്ട് കൂടുതലായിട്ട് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ടെൻഷൻ നന്നായിട്ട് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. കുറെ നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണ്, കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു സർക്കുലേഷൻ പല രീതിയിലും നമുക്ക് ബ്ലോക്ക് ആവുന്നത്. എഗെയിൻ ഒരു ദിവസം കൊണ്ട് ബ്ലോക്ക് ആകുന്ന ഒരു കാര്യമല്ല കേട്ടോ. പലപ്പോഴും നമ്മുടെ ബോഡി കുറച്ച് സിഗ്നൽസ് ഒക്കെ തരും, എന്നിട്ട് പതുക്കെ പതുക്കെയാണ് ഈ ബ്ലോക്കേജ് കൂടുതലായിട്ട് മാറുന്നത്. അപ്പൊ ശരീരത്തിലത്തെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസും അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് കേട്ടിട്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ റെമഡീസിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ റെമഡിയാണ്, ഒരു ടീസ്പൂൺ നിങ്ങൾ ഇഞ്ചിയുടെ നീരെടുക്കുക, ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ നീര്, ഒരു ടീസ്പൂൺ നമ്മൾ പച്ചമഞ്ഞൾ ഉണ്ടല്ലോ അത് ചതച്ചിട്ട് അതിന്റെ നീരും കൂടി എടുക്കുക. ഈ മൂന്നും ഓരോ ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ അതും കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണത്തിന് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറഞ്ഞിട്ടുള്ള ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും അതുപോലെ പച്ചമഞ്ഞളാണെങ്കിലും കുറച്ച് ചൂടുള്ള കുറച്ച് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ പിത്തദോഷം നന്നായിട്ട് കൂടി നിൽക്കുന്നവരൊക്കെയാണ്, എരിച്ചിലും പുളിച്ചിലൊക്കെ നന്നായിട്ടൊക്കെ ഉണ്ട്, ശരീരത്തിൽ നന്നായിട്ട് ഒരു ചൂട് പോലെയൊക്കെ തോന്നുന്നവരൊക്കെ ആണെങ്കിൽ ആ ആൾക്കാർ ഇത് ഒഴിവാക്കാനായിട്ട് നോക്കുക. മറ്റുള്ളവർക്ക് ഇത് എടുക്കാം, അതുപോലെ ഒരു നേരം മാത്രം എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ റെമഡിയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഈ ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ, ജാതിക്കയുടെ കുരു അത് നിങ്ങളൊരു 20 ഗ്രാം എടുക്കുക. അതുപോലെ ഗ്രാമ്പു ഒരു 20 ഗ്രാം, നമ്മുടെ കറുവപ്പട്ട 20 ഗ്രാം. ഈ മൂന്നും 20 ഗ്രാമോളം എടുക്കുക. ജാതിക്കയുടെ കുരു 20 ഗ്രാം മാത്രം എടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ടോക്സിൻസ് ആയിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഈ പറയുന്ന ഡോസിൽ മാത്രം എടുക്കുക, കൂടുതലാകരുത്. എന്നിട്ട് ഈ മൂന്നും നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു പൊടി രൂപത്തിലാക്കുക. ഇതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ നിങ്ങൾ എടുത്തതിന് ശേഷം കുറച്ച് നിങ്ങൾ തേനും കൂടി മിക്സ് ചെയ്യാം. തേനും കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ഒരു മണിക്കൂറിന് ശേഷം ഇത് നിങ്ങൾക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റെമഡി. പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് ഈ രണ്ട് കാര്യങ്ങളിലും കുറച്ച് ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കുറച്ചൊന്ന് കാം ഡൗൺ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടൊന്ന് കൂട്ടാനും വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് പഥ്യം. പഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഥ്യമില്ലാതെ എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പഥ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ടെൻഷൻ എന്തെങ്കിലും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ടെൻഷൻ പരമാവധി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം നിങ്ങൾ ടെൻഷൻ നന്നായിട്ട് എടുക്കുന്നതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കുകയും ഈ ഒരു പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടാനും സാധ്യതയുണ്ട്. ടെൻഷനൊക്കെ ഉള്ളവര് അത് നന്നായിട്ട് കുറയ്ക്കുക. ചായയും കാപ്പിയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണ്, ആൽക്കഹോളിന്റെ ഒക്കെ ഉപയോഗം വളരെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ അതും നിങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നോക്കണം. ഇപ്പൊ ദിവസത്തിൽ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. 4-5 വട്ടമായിട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് ഒഴിവാക്കുക. ആൽക്കഹോളിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നോക്കുക. അടുത്തതാണ്, പാലിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ച് മിതമാക്കണം. പച്ചയ്ക്ക് സാലഡ് അല്ലെങ്കിൽ പച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതും പരമാവധി ഒഴിവാക്കുക. കുറച്ചും കൂടി ഭക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വാദസംബന്ധമായിട്ടുള്ള ആളുകൾ ഒഴിവാക്കേണ്ട 9 ഭക്ഷണങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം. ഇതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ പഥ്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ.
അടുത്തതാണ് നമ്മൾ നിത്യേന നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സർക്കുലേഷനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നടക്കുകയാണെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഫുൾ ബോഡിയിലേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് എന്ന് പറയുന്നതാണ് ഓയിൽ മസാജ്, ഫുൾ ബോഡി ഓയിൽ മസാജ്, അഭ്യംഗം എന്ന് നമ്മൾ പറയും. ഓയിൽ മസാജ് നമ്മൾ ചെയ്യുന്നതിലൂടെ ഇതും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ചൂട് കൊടുക്കുന്നതിലൂടെയും ഇതിലൂടെ ഒരു ബ്ലഡ് സർക്കുലേഷനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. ഏതൊക്കെ ഓയിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ചൂടുള്ള സമയമാണെങ്കിൽ ഈ വെളിച്ചെണ്ണ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യാം. ഇല്ല, തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ച് നിങ്ങൾക്ക് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതാണോ, മഹാനാരായണ തൈലം, ഏതൊക്കെയാണ് തൈലങ്ങൾ ഉള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഫുൾ ബോഡിയിൽ ഒരു മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുക, അരമണിക്കൂർ വെക്കുക. ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ശരീരം മുഴുവൻ കഴുകാനും കൂടി നിങ്ങൾ നോക്കുക. മസാജ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഇങ്ങനെ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യരുത് കേട്ടോ. വളരെ മൈൽഡ് ആയിട്ട് ജെന്റിൽ ആയിട്ട് നിങ്ങൾ മസാജ് ചെയ്താലും മതി. കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിലൂടെ നമ്മുടെ നെർവ്സിന് കുറച്ച് പ്രഷർ കൂടുകയാണ് ചെയ്യുക. ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത് ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യുക. ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പച്ചക്കറികൾ എപ്പോഴും കുക്ക് ചെയ്തിട്ട്, അതായത് വേവിച്ച് അല്ലെങ്കിൽ കുറച്ച് ആവി കയറ്റിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ദിവസം ഉണ്ടല്ലോ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ പോലെയുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും രാവിലെയോ വൈകുന്നേരമോ ഒരു ഗ്ലാസ് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ റിച്ച് ആയിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒരു ഗ്ലാസ് ഉൾപ്പെടുത്തുക. അതുപോലെ 2 മുതൽ 3 ലിറ്റർ വരെ എന്തായാലും വെള്ളം കുടിക്കണം. പല ആളുകളും ഈ ഒരു കാര്യം ചെയ്യാറേ ഇല്ല. 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒക്കെ വെള്ളം കുടിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ കുറച്ചൊന്ന് ഡിലേ ആക്കാണ് ചെയ്യുക. അപ്പൊ നല്ലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി റുട്ടീനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. എക്സസൈസ് ചെയ്യുക, ഓയിൽ മസാജ് പോലെയുള്ള കാര്യങ്ങൾ, ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഗ്രീൻ ടീ പോലെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ഹോം റെമഡീസിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുറച്ച് നാളുകൾ അടുപ്പിച്ച് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. നമുക്ക് ഡെയിലി റുട്ടീനിൽ നമ്മുടെ ശരീരത്തിനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സീവിയർ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. ഹോം റെമഡീസ് മാത്രം ചെയ്ത് നിങ്ങൾ അത് സർവൈവ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സിവിയർ കൂടുതലാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.